പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം ആദ്യ ബജറ്റ് ഒരുക്കാനുള്ള തിരക്കിലാണ്. ആദ്യ ബജറ്റ് ഒരുക്കലിന്റെ അവസാന ഘട്ടത്തിലുമാണ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ അധിക നികുതി ഭാരം ഉണ്ടാകില്ലെന്നാണ് സൂചന. ക്ഷേമ പെൻഷൻ വർധനവ്, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നേരിട്ട് കൈകളിൽ എത്തിക്കുക തുടങ്ങിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കും. വിഴിഞ്ഞമടക്കം തുറമുഖ വികസനത്തിൽ ബജറ്റിൽ എന്തെല്ലാം ഉണ്ടാകുമെന്നതും ആകാംക്ഷയാണ്. ഒപ്പം തന്നെ സ്വകാര്യവൽക്കരണം ഉൾപ്പെടെ ധവളപത്രത്തിലെ ശുപാർശകൾ ബജറ്റിൽ പ്രതിഫലിക്കുമോ എന്നതും ഈ വെള്ളിയാഴ്ച അറിയാം. അപ്പോ വിസ്മയമാകുമോ വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പോകുന്നു ന്യൂസ് ആംഗിളിലേക്ക്. ബിനിൽ ലീല സാബു വിശകലനങ്ങളുമായി എനിക്കിപ്പം ഉണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിസ്മയമാകുമോ ബജറ്റ് എന്നുള്ളതാണ്. എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതു, ഗുഡ് മോർണിംഗ്. 2026-27 സാമ്പത്തിക വർഷത്തിലെ ബജറ്റും 4 മാസത്തെ ധനവിനിയോഗ ബില്ലും ഇടത് സർക്കാർ പാസ്സാക്കിയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു കൂട്ടിച്ചേർക്കൽ, അതിൻ്റെ ചട്ടക്കൂട് എന്നുള്ളൊരു ബജറ്റായിരിക്കും വി.ഡി. സതീശൻ അവതരിപ്പിക്കുക. എന്നിരുന്നാൽ കൂടി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ അതിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം 3000 രൂപ ക്ഷേമ പെൻഷനാക്കി വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ ഒരു നേരിയ വർധനവ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞമടക്കമുള്ള തുറമുഖ വികസനത്തിന് എന്താകും ബജറ്റിൽ വകയിരുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാത, റെയിൽ, അതോടൊപ്പം തന്നെ റോഡ് ഗതാഗതം അതുകൂടി പൂർത്തീകരിച്ചാൽ മാത്രമേ പൂർണ്ണഗതിയിലേക്ക് ഒരു ചരക്ക് വിനിമയം പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് ആ റെയിൽ റോഡ് ഗതാഗതത്തിന് എന്താകും മാറ്റിവെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതികൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. അത് ഒന്ന് പ്രിയദർശിനി ബസ്സുകളാണ്. ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രഖ്യാപനങ്ങൾ, നേരത്തെ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഇനി നടപ്പിലാക്കേണ്ടത് വയോജന വകുപ്പ് നടപ്പിലാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി നടപ്പിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് ഈ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം നൽകുന്ന ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിന് 25 ലക്ഷം വീതമുള്ള ആരോഗ്യ ഇൻഷുറൻസ്, ആ ഇൻഷുറൻസ് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം നമ്മൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ധവളപത്രം നേരത്തെ പുറത്തിറക്കിയതാണ്. അതിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ശുപാർശയുണ്ട്. അത്തരം സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്. തുടക്കത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എങ്കിൽ കൂടി നടപ്പിലാക്കാനും അത്ര വേഗത്തിൽ കഴിയുന്ന ഒന്നല്ല. ഒന്ന് സംഘടിത മേഖലയിലാണ് നടപ്പിലാക്കുകയെങ്കിൽ വലിയ സമരങ്ങളൊക്കെ നേരിടേണ്ടി വരും. അതുകൊണ്ട് അതിനെ ഏത് രീതിയിലാണ് പരിഗണിക്കുക എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ DA കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്കുണ്ട്. അത് നേരത്തെ PF ലയിപ്പിക്കുന്ന ആശയമൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ അങ്ങനെയല്ല. അത് നേരിട്ട് കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പരിശോധന കൂടി അക്കാര്യത്തിൽ നടത്തും. അതോടൊപ്പം തന്നെ ഈ പെൻഷൻ പ്രായം കൂട്ടുമോ ഇല്ലയോ, അത് കൂട്ടണം എന്നുള്ള ഒരു ശുപാർശ ഈ ധവളപത്രത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് കൂട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള UDF-ന്റെ ഭാഗമായിട്ടുള്ള യുവജന സംഘടനകൾ തന്നെ അതിനെ എതിർപ്പുമായി രംഗത്ത് വന്നതാണ്. അതുകൊണ്ട് ഈ ബജറ്റിൽ അത് ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതിലും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ബിനിൽ, ശരി. ഇപ്പം ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്.